ആര്? ഹബീബരായ തങ്ങള് മുൻകൂട്ടി ഷഹാദത്ത് പ്രഖ്യാപിച്ച ഹുസൈനാര് തങ്ങളെ പോക്കിനെ പറ്റി പറയാണ്, അത് ആത്മഹത്യാപരമാണ്. കേട്ടു നോക്കൂ നിങ്ങൾ അയാൾ പറയണത്. വലിയ ഒരു ശ്രദ്ധക്കുറവ് പറ്റിയിട്ടുണ്ട് എന്ന് നമുക്ക് ഉണർത്താതിരിക്കാൻ തോന്നിയില്ല. കാരണം അക്കാലത്ത് ലോകത്തെ ഏറ്റവും വലിയ വശശക്തിയായ രാഷ്ട്രമാണ് യസീദിന്റെ നേതൃത്വത്തിൽ ദമസ്കസ് തലസ്ഥാനമായി നടക്കുന്ന മുസ്ലിം ഭരണകൂടം. ലോക വശശക്തികളെ കുഞ്ചിക്ക് പിടിച്ച് കിടുകിടാവർപ്പിച്ച ഭരണകൂടത്തിനോട് മല്ലിടാനാണ്, യുദ്ധം ചെയ്യാനാണ് പുറപ്പെടുന്നത്. നിരായുധരായ 72 ആളുകളെ കൂട്ടിയിട്ട് ഈ പോയ പോക്ക് ആത്മഹത്യാപരമാണ്. കണ്ടോങ്ങള്, ഇത് കേൾക്കുമ്പോ നമ്മളെ വികാരം എന്തായിരിക്കണം? ഹബീബരായ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ പോയ പോക്ക് ആത്മഹത്യാപരമാണ്. ചെയ്യാൻ പാടില്ലാത്ത കാര്യ. ഏത് പോക്ക്? അള്ളാഹുവിന്റെ റസൂല് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കർബലയിൽ നിന്ന് കൊണ്ടുവന്നു കൊടുത്ത മണ്ണ്, ആ മണ്ണെടുത്തിട്ട് ഈ മണ്ണിൽ കർബ് ഉണ്ട്, ബല ഉണ്ട്, പ്രയാസമുണ്ട്, വിഷമുണ്ട്, അതൊക്കെ അതിന്റെ ഗന്ധമടിച്ച് വീശുന്നുണ്ട്. ഈ മണ്ണ് രക്തമാകുന്ന ദിവസമാണ് എന്റെ കുഞ്ഞൻ ഷഹാദത്ത് വരിക്കുക എന്ന് മുൻകൂട്ടി മുത്ത് റസൂല് പറഞ്ഞ ആ പോക്കിനെ സംബന്ധിച്ചാണ് ഈ AP വിഭാഗം നേതാവായ ഖലീൽ ബുഖാരി തങ്ങൾ നടത്തുന്ന സ്ഥാപനത്തിലെ പ്രധാന മുദർരിസായ ഈ കീശേരിക്കാരൻ ഫൈസി ഇയാളി പറഞ്ഞ വാക്ക്. ഇത് എത്രമാത്രം മുഅ്മിനീങ്ങളെ മനസ്സ് വേദനിപ്പിക്കണം. നിങ്ങൾ ചിന്തിക്ക്. ഇത് നമ്മൾ പറയുമ്പോൾ ഇതിനെക്കുറിച്ച് നിഷ്പക്ഷമായിട്ട് വിലയിരുത്തി. അള്ളാഹുവിന്റെ റസൂലിന്റെ ആ പൊന്നുമോൻ പോയ പോക്ക് ആത്മഹത്യാപരാണ്. ഞാൻ ചോദിക്കട്ടെ, ഇയാളെ പിതാവിനെ പറ്റി ഒരാൾ പറയാണ്, സുലൈമാൻ ഫൈസി എന്ന് പറയുന്ന ഈ ഷിയാ ഫൈസി, അയാളെ വാപ്പ ആത്മഹത്യ ചെയ്തു. നമ്മൾ പറയണല്ല, ഒരാൾ പറഞ്ഞു എന്ന് സങ്കല്പിക്കുക. അയാൾക്ക് സഹിക്കോ? സഹിക്കൂല. ഇനി ഇയാൾക്ക് ഇതൊക്കെ പറയാൻ പ്രചോദനം നൽകിക്കൊണ്ടിരിക്കുന്ന ഈ മുട്ടിപ്പടിയിലെ തങ്ങള്, ഒരാൾ പറയാണ് മുട്ടിപ്പടിയിലെ തങ്ങൾ ആത്മഹത്യ ചെയ്തു. സങ്കല്പിക്കുക. അത് സങ്കല്പിക്കുക എന്ന് പറയുമ്പോ തന്നെ നിങ്ങൾക്ക് വിഷമ. ആർക്ക്? സംഘടനക്കാർക്ക്. അത് ശരി. അത് സങ്കല്പിക്കുക എന്ന് പറയുമ്പോ നിങ്ങൾക്ക് ബേജാറ്. ഞങ്ങളെ ഹബീബരായ മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരമകനായ ഈ ഉമ്മത്തിന്റെ നേതാവായ ഹുസൈനാര് തങ്ങള് ആത്മഹത്യ ചെയ്തു എന്ന് പറയുമ്പോ നിങ്ങൾക്കൊരു മനസാക്ഷി കുത്തൂല. അതേസമയം നിങ്ങളെ നേതാക്കള് ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞു എന്ന് സങ്കല്പിക്കുക എന്ന് പറയുമ്പോ നിങ്ങൾക്ക് ബേജാറ്. ഇവിടെയാണ് വിഷയം. ഇത് മുഅ്മിനീങ്ങൾക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റൂല. ഇത് മുഅ്മിനീങ്ങൾക്ക് പൊറുക്കാൻ പറ്റൂല. കടുത്ത പാതകം. അതാണ് നിങ്ങൾ ചെയ്തത്. എത്രമാത്രം പച്ചത്തോന്നിവാസം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൊന്നുമോൻ ആത്മഹത്യാപരമായ പോക്കാണാ പോയത്. നിങ്ങൾ ആലോചിച്ച് നോക്ക് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. അങ്ങനെ പറഞ്ഞു എന്ന് മാത്രല്ല, ഇത് ഇയാള് പ്രസംഗിച്ച ഈ പ്രസംഗത്തിന്റെ ക്ലിപ്പ് ഞങ്ങൾ കേൾപ്പിച്ചു, ആളുകളോട് പറഞ്ഞു, ഇത് തെറ്റിദ്ധരിക്കരുത്, ഇത് സുന്നത്തി ജമാഅത്തിന്റെ വിശ്വാസമല്ല, ഒരിക്കലും ഇത് ആത്മഹത്യപരാണെന്ന് പറയാൻ പാടില്ല, അത് കടുത്ത തെറ്റാണ് എന്ന് നമ്മൾ പറഞ്ഞപ്പോ നമ്മൾ ചോദിച്ചു, അല്ല ഖലീൽ തങ്ങളെ, നിങ്ങളെ സ്ഥാപനത്തിലുള്ള ഒരു മൊയ്ലിയറല്ലേ ഇത് പറഞ്ഞത്? അത് പറയാൻ നിങ്ങൾ സ്ഥാപനത്തിൽ സൗകര്യം ഒരുക്കി കൊടുത്തില്ലേ? നിങ്ങളെ സ്ഥാപനത്തിൽ നല്ല ഈ ലൈവ് പുറത്തു വന്നത്, അവിടുന്നല്ലേ പ്രസംഗിക്കുന്നത്? അത് തത്സമയ സംപ്രേഷണം നടത്തിയില്ലേ? ഇന്നും യൂട്യൂബിൽ അതില്ലേ? അത് നിങ്ങൾ ചെയ്യാൻ പാടുണ്ടോ? നിങ്ങളെ വെല്ലിപ്പല്ലേ സയ്യിദുനാ ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹു. ആ വെല്ലിപ്പാനെ പറ്റിയിട്ട് ഒരു ചങ്ങാതി ഇങ്ങനെ പ്രസംഗിക്കുമ്പോ, എടാ പറയരുതടാ, നിന്റെ വെല്ലിപ്പാനെ പറ്റി അങ്ങനെ പറയല്ല. ഈ തിന്നണ ചോറ് ആരുടേതാ? ഈ കഴിക്കണ ഭക്ഷണം, ഈ കുടിക്കുന്ന വെള്ളം, ഇതൊക്കെ തങ്ങന്മാരെ പേര് പറഞ്ഞിട്ട് ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരുന്നതാ. അത് കഴിച്ചിട്ട് നിന്റെ പ്രിയപ്പെട്ട വെല്ലിപ്പാൻ എങ്ങനെ പറയല്ല എന്ന് പറയാനുള്ളൊരു സാമാന്യ മര്യാദ ഖലീൽ തങ്ങൾക്കില്ലേ? എന്തുകൊണ്ട് തങ്ങൾ അത് ചെയ്തില്ല? ഈ ചോദ്യം ന്യായമല്ലേ? ഈ ചോദ്യം ന്യായമല്ലേ? എന്തുകൊണ്ട് ഖലീൽ തങ്ങൾ അത് ചോദിച്ചില്ല? ആ ഹുസൈനാര് തങ്ങൾ ആത്മഹത്യ ചെയ്തു എന്ന കൊടും പാതകമാകുന്ന സ്റ്റേറ്റ്മെന്റ്
ഈ ചങ്ങാതി നടത്തിയിട്ട് എന്തുകൊണ്ട് അതിനെതിരെ കമ എന്നുരുവിട്ടില്ല? അപ്പൊ ഒരാൾ സംശയിച്ചിട്ട് ചോദിക്കാണ്, അപ്പൊ ഈ ഖലീൽ തങ്ങൾ യഥാർത്ഥത്തിൽ തങ്ങളല്ലേ എന്നൊരാൾ ചോദിച്ചാൽ ആ ചോദിച്ച ആളെ കുറ്റപ്പെടുത്താൻ പറ്റുമോ? കാരണം ഒരു വെല്ലിപ്പാനെ പറ്റിയിട്ട് ഒരാൾ പറയാ ആത്മഹത്യ ചെയ്തു, ആ പറഞ്ഞ ആൾക്ക് എല്ലാ ഉപ്പും ചോറും വെച്ചു കൊടുക്കുക, അയാളെ പാലും തേനും കൊടുത്ത് വേണ്ടുവോളം പണം കൊടുത്ത് എല്ലാ സൗകര്യം കൊടുത്തിട്ട് അയാളെ വളർത്തുക. ഒന്നുകിൽ ഈ വെല്ലിപ്പി ഈ പേരക്കുട്ടിയും തമ്മിൽ സ്നേഹബന്ധത്തിലുള്ള കാര്യം ഉറപ്പല്ലേ? അപ്പൊ പിന്നെ ലൈസ മിൻ അഹ്ലിക്ക്. അല്ലെങ്കിൽ ഈ വെല്ലിപ്പ ഇയാളും തമ്മിൽ ബന്ധമുണ്ട് എന്ന് പറയണത് അത് വ്യാജല്ലേ? രണ്ടാലൊന്നും സംഭവിക്കണോ? രണ്ടാലൊന്നും സംഭവിക്കണം. അതുകൊണ്ട് ചോദിക്കുകയാണ്, അല്ല പൊന്നാര തങ്ങളെ നിങ്ങൾ നയം വ്യക്താക്കണം. നാളെ ഏതായാലും നിങ്ങളിപ്പോ ആശൂറ സമ്മേളനമൊക്കെ നിർത്തിപ്പോ ഹിജറ കോൺഫറൻസാ, ഗ്രാൻഡ് മസ്ജിദിൽ ഹിജറ കോൺഫറൻസാ, എന്ത് മണ്ണാങ്കട്ടിച്ച നടത്തി. നാളെ നിങ്ങളൊന്ന് മറുപടി പറയും. ഞങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമുണ്ട്, കേൾക്കാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. ഈ ഹുസൈനാര് തങ്ങളെ പറ്റി പറഞ്ഞ വാക്ക് അത് ശരിയോ തെറ്റോ? തെറ്റാണെങ്കിൽ എന്തുകൊണ്ട് അയാളെ കൊണ്ട് നിങ്ങൾ തിരുത്തിച്ചില്ല? തിരുത്തിച്ചില്ല എന്ന് മാത്രല്ല, ഞാൻ അടുത്തത് കേൾക്കണോ നിങ്ങൾക്ക്? ഞമ്മള് വെറുതെ വികാരപ്പെടല്ല, വെറുതെ അല്ല ഷെയ്ഖുന ഇന്നത്തെ രാത്രി എന്തായാലും മജ്ലിസ് നടത്തണം എന്ന് പറഞ്ഞത്. അതേ ഫൈസി, ആ പ്രസംഗിച്ച അതേ ഫൈസി, ആ ഫൈസിനെ കൊണ്ട് അയാളെ കൊണ്ടൊരു പുതിയ പുസ്തകം ഇപ്പോ ഖലീൽ തങ്ങൾ എഴുതിച്ചിട്ടുണ്ട്. ആരാ? ഖലീൽ തങ്ങളും ഹക്കീം അസ്ഹരിയും പേരോടും പൊന്മളയും എല്ലാവരും കൂടി ഇരുന്ന് ഈ രൂപത്തിലുള്ള ഈ അഹ്ലുബൈത്തിനെങ്ങനെ ആദരിച്ചിട്ടുള്ള ഈ നീക്കങ്ങൾ അതൊക്കെ ഇവിടെ തച്ചു തകർത്ത് തരിപ്പണമാക്കണം എന്ന രൂപത്തിൽ പ്ലാനഡായി ഇവരെല്ലാവരും കൂടി ഒരുമിച്ച് കൂടിയിരുന്ന് ഈ ഷിയാ ഫൈസിയെ കൊണ്ട് ഇതാ ഒരു പുതിയ പുസ്തകം ഖലീൽ തങ്ങളുടെ നേതൃത്വത്തിൽ പുറത്തിറക്കിയിരിക്കുന്നു. ആ പുസ്തകത്തിന്റെ പേരാണ് ഉമവിയ ഖിലാഫത്ത്. കണ്ടോ നിങ്ങള്? ഉമവിയ ഖിലാഫത്ത്. ആ പുസ്തകം ഇത് പുറത്തിറങ്ങിയത്, ഇതിന്റെ ഫസ്റ്റ് എഡിഷൻ ഈ മാർച്ച് മാസത്തിലാണ് നടന്നത്. ഇതേതാ മാസം? ഏപ്രിൽ, മെയ്, ജൂൺ, 3 മാസമായിട്ടുള്ളൂ. ലേറ്റസ്റ്റ്. ഈ പുസ്തകത്തിൽ ഈ ഉമവിയ ഖിലാഫത്ത് എന്ന ഈ പുസ്തകത്തിൽ നേരത്തെ പറഞ്ഞ അതേ രൂപത്തിൽ ആത്മഹത്യാപരാണെന്നുള്ള പാച്ചക്കള്ളം അയാൾ മഹാന്മാരിലേക്ക് ചേർത്തി വെച്ചിട്ട് ഇയാൾ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. അതിനേക്കാളും കടുപ്പുള്ള ഒരു വരി കേൾക്കണോ നിങ്ങൾക്ക്? ഇതിങ്ങനെ പറയുമ്പോ എന്താ ഇപ്പൊ ഇവരിങ്ങനെ ഒരഴ്സനും അൻവരും തൊഴിയൂരും കൂടി ഇങ്ങനെ ഇറങ്ങിയിട്ട് ഇവരൊക്കെ ഇങ്ങനെ പറയണ്, ഞങ്ങൾ പറയുന്നതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് നിഷ്പക്ഷമായി വിലയിരുത്തൂ സുഹൃത്തുക്കളെ. കേൾക്കണോ നിങ്ങൾക്ക്? ഇതാ പുസ്തക, ആ പുസ്തകത്തിന്റെ 225 പേജ് കണ്ടോ നിങ്ങള്? അപ്പുറത്താ കാണുന്ന ലാസ്റ്റ് പാരഗ്രാഫ്. അതിൽ എഴുതിയിരിക്കുന്നത് എന്താണെന്നറിയോ? നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, ഈ പറയുന്ന ഏറ്റവും ലക്ഷണം കെട്ട ഈ സിയാദ്, ഇബ്നു സിയാദും യസീദും ഇവരൊക്കെ കൂടി അള്ളാഹുവിന്റെ റസൂലിന്റെ കുഞ്ഞനെ കാട്ടിക്കൂട്ടിയ ആ കൊടും ക്രൂരത സുജൂദിൽ വീണ് കിടക്കുന്ന സമയത്ത്, ആ സുജൂദിൽ കിടക്കുന്ന സമയത്ത് തല അങ്ങോട്ട് അറുത്തെടുത്തത് ആരാ? തല അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട പൗത്രൻ സയ്യിദുനാ ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹു. ആ ഹുസൈനാര് തങ്ങളെ തല ഇബ്നു സിയാദിന്റെ പട്ടാളം യസീദിന്റെ നിർദ്ദേശത്തിൽ അറുത്തെടുത്ത് പുന്തത്തിൽ നാട്ടി ഘോഷയാത്ര നടത്തി. ആ കൊല ചെയ്തതിനെ പറ്റിയിട്ട് അതിനെതിരെ പ്രതികരിച്ചില്ല എന്ന് മാത്രല്ല, കേരളത്തിൽ ഒരു യസീദിന്റെ ഫാൻസ് വളർന്നു വരുന്നു. അതാണ് AP സമസ്തയിലെ ഞാൻ നേരത്തെ പേര് പറഞ്ഞ ആളുകൾ. അവരെ നേതൃത്വത്തിലാണ് യസീദിന്റെ ഫാൻസ് വളർന്നു വരുന്നത്. കേട്ടോളൂ, അതിലുള്ളത് എന്താ? ഈ കാരണങ്ങളുടെ പേരിൽ ഇബ്നു സിയാദും ഉമവി ഭരണകൂടവും വിമർശന വിധേയരാണെങ്കിലും ഹുസൈൻ റളിയല്ലാഹു അൻഹു നടത്തിയ നീക്കത്തിനെതിരെ എടുത്ത നടപടികളുടെ പേരിൽ ഉമവി ഭരണാധികാരികളെ പൂർണ്ണമായി അടച്ചാക്ഷേപിക്കാൻ നിർവാഹമില്ല. ഇബ്നു സിയാദിന്റെയും യസീദിന്റെയും നേതൃത്വത്തിൽ നടന്ന ഈ തോന്നിവാസത്തിനെതിരെ ഹുസൈനാര് തങ്ങൾ നടത്തിയ നീക്കം, ആ നീക്കത്തെപ്പറ്റി, ആ നീക്കം ഇവർക്കെതിരെ ശക്തമായ നിലപാടായിരുന്നു
എന്നിട്ട് അതിനെപ്പറ്റി പറയാണ്, ആ നീക്കത്തിനെതിരെ എടുത്ത നടപടികളുടെ പേരിൽ ഉമവി ഭരണാധികാരികൾ, ഹുസൈനാര് തങ്ങൾക്കെതിരെ ഈ ഉമവി ഭരണാധികാരികൾ ഇബ്നു സിയാദിന്റെ പട്ടാളം യസീദിന്റെ നേതൃത്വത്തിൽ നടത്തിയ ഈ തോന്നിവാസം, അതിന് ആ ഉമവി ഭരണാധികാരികളെ പൂർണ്ണമായി അടച്ചാക്ഷേപിക്കാൻ നിർവാഹമില്ല. നിലവിൽ കേട്ടോളൂട്ടോ, നിലവിൽ ഒരു ഖലീഫ ഉണ്ടായിരിക്കെ അദ്ദേഹത്തിന് കീഴിലുള്ള ഭരണകൂടത്തെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിച്ചാൽ, ഒരു രാഷ്ട്രത്തിനുള്ളിൽ മറ്റൊരു രാഷ്ട്രം നിർമ്മിക്കാൻ ശ്രമിച്ചാൽ അതിന് മുതിരുന്നവരെ കൊന്നുകളയുക എന്നതാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അധ്യാപനം. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അപ്പോ ഹുസൈനാര് തങ്ങളെ കൊന്നുകളയുക എന്ന പണി റസൂലുള്ളാഹിയുടെ അധ്യാപനം ഉൾക്കൊണ്ടുകൊണ്ടാണ് യസീദിന്റെ ആളുകൾ ഇബ്നു സിയാദിന്റെ നേതൃത്വത്തിൽ നടത്തിയത് എന്ന് ഒരു ഉളുപ്പുമില്ലാതെ ഞങ്ങളെ പ്രിയപ്പെട്ട നേതാവായ ഹുസൈനാര് തങ്ങളെ കൊന്നുകളഞ്ഞതിനെ ന്യായീകരിച്ച ഈ ഭൂമിയിലെ ഏറ്റവും വലിയ ശാപം അതല്ലേ ഈ മൊയ്ലിയര്? അതിന് എല്ലാ ഉപ്പും ചോറും വെച്ചു കൊടുക്കണത് ആരാ? ഇത് മഅദിൻ പബ്ലിഷ് ചെയ്താണ്. മഅദിനിലെ പ്രസിദ്ധീകരണ വിഭാഗം പുറത്തിറക്കിയ ബുക്കാത്. ഞാൻ ചോദിക്കുന്നു പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ ഖലീൽ തങ്ങളോട് നമ്മൾ എന്ത് സമീപനം സ്വീകരിക്കേണ്ടത്? ഖലീൽ തങ്ങളായിട്ട് വ്യക്തിപരമായിട്ട് നമുക്കൊരു വിരോധമല്ല. പക്ഷെ നമ്മൾ ചോദിക്കാണ്, തങ്ങളെ, നിങ്ങൾ ഹുസൈനാര് തങ്ങളെ പേരക്കുട്ടിയല്ലേ? അല്ലേ? അല്ലെങ്കിൽ പിന്നെ നിങ്ങളാ തങ്ങളാന്ന് പറഞ്ഞിട്ട് എന്തിനാ നിങ്ങൾ നടക്കണത്? ഉമ്മത്തിനെ രക്ഷപ്പെടുത്തി നിങ്ങൾ മുണ്ടിയാ പറയും ഞങ്ങൾ അഹ്ലു ബൈത്തിനെ പ്രൊമോട്ട് ചെയ്യുന്ന പദ്ധതികളാണ്. തങ്ങന്മാരെ കൂട്ടത്തിലെ പെൺകുട്ടികൾക്ക് വേണ്ടി പ്രത്യേക സ്ഥാപനം, ആൺകുട്ടികൾക്ക് വേണ്ടി വേറെ സ്ഥാപനം. മിനിഞ്ഞാത്ത ഞങ്ങളെ പ്രസംഗം കഴിഞ്ഞതിന് ശേഷം ഒരു സ്വൈരമില്ല എന്നാ പറയണത്. മഴദില്ല ഫോൺ ഇങ്ങനെ ശബ്ദിച്ചോണ്ടിരിക്കുകയാണ്, വിളി ഇങ്ങനെ വന്നോണ്ടിരിക്കുകയാണ്. മറുപടി പറഞ്ഞു കുഴങ്ങിയെന്ന്. നിങ്ങൾ കുഴഞ്ഞു കിടക്കുന്ന പിതാവിന്റെ പാർട്ടിയായി മാറി. നിങ്ങൾ കുഴങ്ങാൻ പോണേയുള്ളോ? നിങ്ങൾ ആരെ തൊട്ടിട്ടാ കളിച്ചത്? ഹബീബരായ മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രിയപ്പെട്ട പൊന്നോമന പുത്രനെ പിടിച്ചിട്ടാ കളിച്ചത്. നിങ്ങൾ മറക്കണ്ട, താനി തോന്നിവാസങ്ങൾ നടത്തിയത്